കുറേ ദിവസത്തിന് ശേഷം ഇന്ന് ഇതേ നല്ല വെയിൽ വന്നായിരുന്നു കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു സന്തോഷമുള്ള ദിവസമാണ്. അതായത് വെയിൽ വരുമ്പോൾ ചെറിയ സന്തോഷം ഉണ്ടാവാറുണ്ട്. നമ്മുടെ പണികളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതേ തുണി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റീവൻ ഗ്രേസിൻ്റെ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതേ വെള്ളരിക്കനെ ഞാൻ കറി വയ്ക്കാൻ പോവാണ്. വെള്ളരിക്കാൻ തന്നെയാണെന്ന് തോന്നുന്നു ഇതിനെ കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും മേടിക്കാറില്ല, 1-2 പ്രാവശ്യം മേടിച്ചിട്ടുള്ളൂ. മിക്കപ്പോഴും മോരുകറി സ്റ്റൈലിൽ വെക്കുന്നത് കുമ്പളങ്ങനെ മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കുക്കറിൽ ഒന്ന് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ പുതിയ കുക്കറിൻ്റെ ഉദ്ഘാടനമാണ്. ലിജേച്ചി എനിക്ക് ഒന്ന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നായിരുന്നല്ലോ, ആ കുക്കറാണ് കേട്ടോ അത്. അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് പീസുകളൊക്കെ ക്ലീൻ ചെയ്തു. ഇനി ഇതിനൊന്ന് കട്ട് ചെയ്യണം. ഇപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. സോറി കേട്ടോ, എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. ഇനി തുടങ്ങി മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുക. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്ഷീണം വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത് കേട്ടോ. പിന്നെന്താ, അപ്പം അങ്ങനെ കുക്കറിലേക്ക് ഇത് ഞാൻ പ്രഷർ കളയണില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രഷർ ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം എന്നാണ് വിചാരിക്കണത്. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ട പൊരിക്കണം. പിന്നെന്താ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇത് 1 മണിക്കൊക്കെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. ഒരു 12:15 ആവാറായിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ ഇന്നത്തെ കുക്കിങ്. പിന്നെ കുറച്ച് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് എല്ലാ ദിവസവും ക്ലീനിങ് ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോവും. അങ്ങനെയല്ല, ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും എപ്പോഴും. ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യും, അപ്പോഴേക്കും അവരുടെ സ്റ്റീവിൻ്റെ ഒക്കെ പിന്നാലെ നടക്കുമ്പോൾ ഒന്നും പൂർത്തിയാക്കാൻ പറ്റണില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസങ്ങളായിട്ട് ഫുള്ളായിട്ട് തീർന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഇന്ന് ചെയ്യാൻ പറ്റി. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാം. അപ്പോൾ ഞാൻ പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. ശരിക്കും തിളപ്പിച്ചാലും മതി. എന്നാലും ഞാൻ ആദ്യം വിസിലടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഒന്ന് പ്രഷർ ഇങ്ങനെ ഫുള്ളായിട്ട് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. കാരണം വിസിലടിച്ച് ചിലപ്പോൾ വേവ് നല്ലോണം ഇങ്ങനെ വെന്തുടയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നലെ ഞാൻ തൈര് ഒറയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ആവശ്യത്തിന് പുളിയുള്ള ഒരു തൈര്, നല്ല കട്ട തൈര് അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ 1 മുറി തേങ്ങ തന്നെ ചിരവി എടുക്കാനായിട്ടാണ്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞാൻ ഊറ്റിയിട്ടില്ല, ചോറ് ഊറ്റണം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതിട്ടാ. പിന്നെ ഈ കുക്കർ ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ഇങ്ങനത്തെ തന്നെ ഒരു കുക്കറും കൂടി ഉണ്ട്. സന്നജാണ് ഈ കുക്കറിനെ ഭയങ്കര പേടിയാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും പേടിപ്പിച്ച ചേക്കാണ്. എനിക്കറിയില്ല, ശരിയായിരിക്കാം, മറ്റേ കുക്കറിനേക്കാളും ഇത് സേഫ്റ്റി കുറവുണ്ടെന്നൊക്കെ സന്നജാനം പറയുന്നു. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. അതുകൊണ്ട് എനിക്കും ഇപ്പോൾ ഉള്ളിലൊരു ചെറിയ ഭയമാണ്, ഇനി ഇതെങ്ങാനും നമ്മൾ കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ തേങ്ങയും ജീരകവും അതുപോലെ തന്നെ തൈരും പിന്നെ ഇതിലേക്ക് കുറച്ച് കായംപൊടിയും കൂടി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ്. നമ്മുടെ മിക്സിയുടെ റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യാട്ടോ. എനിക്ക് അതിനൊരു ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ചെയ്യാണ്ടിരിക്കുന്നത്. നമ്മുടെ അധികമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ചെറിയ കാര്യങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ നല്ല രീതിയിൽ അരഞ്ഞ് നല്ല സൂപ്പറായിട്ട് വരണുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റീവും ഗ്രേസും കുറച്ച് നേരം അകത്ത് കളി കഴിഞ്ഞ് അവർ അകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. ഇനി സിമ്പിളായിട്ട് നമുക്ക് മോരുകറിയൊക്കെ സിമ്പിളായിട്ട് എല്ലാം ഒന്ന് ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അപ്പോൾ അങ്ങനെ അരച്ച് വെച്ചായിരുന്ന അരപ്പും കൂടി ഒഴിച്ചു, കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ചിറ്റിച്ച് എടുക്കണമുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും. പിന്നെ കടുകും ഒക്കെ ഒന്ന് താളിച്ചിട്ട് നമ്മുടെ കറി അങ്ങനെ വേഗം റെഡി ആവും കേട്ടോ. പിന്നെ ഇനി മുട്ട പൊരിക്കാനുള്ള കാര്യങ്ങളും കൂടി ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ചോപ്പറിൽ തന്നെ ഇട്ടിട്ടാണ് മുട്ട പൊരിക്കാനുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവയും അതുപോലെ തന്നെ കടുകും വറ്റൽമുളകും കൂടി ഒന്ന് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ മോരുകറിയിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ അത് അപ്പം തന്നെ അടച്ചു വയ്ക്കും. പിന്നെ കഴിക്കണ നേരത്ത്, അതായത് മുട്ടയൊക്കെ പൊരിച്ച് കഴിയണ ഒരു ഗ്യാപ്പിൽ അത്ര നേരം അത് അവിടെ ഇരുന്ന് സെറ്റായിക്കോളും.
അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കുക്കിംഗ് അവസാനിപ്പിക്കും. ഇന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സിജി ചേച്ചിയും ചേട്ടനൊക്കെ വരുന്നു പറഞ്ഞിട്ടുണ്ട് അമ്മേനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഒരു ചേച്ചീനോട് വീടൊന്ന് തുടയ്ക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി കുറച്ച് കഴിയുമ്പോഴേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ചോപ്പർ എല്ലാം കണ്ടിട്ട് എന്ത് കട്ട് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കട്ടിങ് കഴിയുമല്ലോ. നല്ല സൂപ്പറായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ്. കാരണം ഇങ്ങനെ പെട്ടെന്ന് പണി തീരുമല്ലോ. കട്ട് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാനാണ്, കൈ കൊണ്ട് കട്ട് ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. പിന്നെ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യണമല്ലോ. അപ്പോൾ അതിന് സവോളയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഞാൻ ഒരുമിച്ചിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ അതിലേക്ക് കോഴിമുട്ടനതേ കൊത്തി ഒഴിച്ചു. പിന്നെ നോർമൽ മുട്ട പൊരിക്കുന്ന അത്രയേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അങ്ങനെ ചിക്കി ഇങ്ങനെ ആക്കിയിട്ട് മുട്ട പൊരിക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തീരും. ഗ്രേസിനും സ്റ്റീവിനും എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പണികളാണ് മെയിൻ, അതൊക്കെ തീർക്കണം. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഒരു ഓർഡറിൽ വീഡിയോ ഇട്ടതായിരുന്നു എന്നറിയാം. പിന്നെ ചെറിയൊരു പണിമുടക്ക് വന്നു, അതൊക്കെ ഒന്ന് പരിഹരിക്കാടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിമുട്ടപ്പൊരിക്കൽ അങ്ങനെ അവസാനിച്ചു. ഞാൻ ഇച്ചിരി കൂടി ഒന്ന് അതിനെ മറച്ചിട്ട് ഇങ്ങനെ ഇച്ചിരി കൂടി വലുപ്പത്തിലൊക്കെ ആക്കിയായിരുന്നു. അപ്പം അങ്ങനെ സന്നിധാനം അവിടെ നിന്ന് മുട്ട ഇങ്ങനെ മറച്ചിടാനുള്ള ഐഡിയ ഒക്കെ കാണിച്ചു തന്നത്. ഞാനങ്ങനെ ചെയ്യാറില്ല. പാത്രം ഇങ്ങനെ വേറൊരു ചോറും പാത്രം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അതിനെ കമത്തിയിട്ട് ഇങ്ങോട്ട് മറച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ കാട്ടിക്കൂട്ടിയായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഊറ്റി നല്ല ചൂടൻ ചോറും മുട്ട പൊരിച്ചതും അച്ചാറും അതുപോലെ തന്നെ മോരും കറി കൂട്ടി ഫുഡ് കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചേച്ചിയും ചേട്ടനും റിസയും റോണട്ടനൊക്കെ അത് എത്തിയിട്ടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചേച്ചി പണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വന്നു. പിന്നെ ഇന്ന് വെയിലുണ്ടായ കാരണം കുറേ പണികളൊക്കെ പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെന്താ നമ്മുടെ കാർ സീറ്റ്, സ്റ്റീവിൻ്റെ കാർ സീറ്റ് ആണെങ്കിലും പുറത്തേക്കൊക്കെ വെച്ച് വെയിലത്തേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ വെയിൽ പൊള്ളിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിരിയുള്ളൂ. സ്റ്റീവ് ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉറങ്ങാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആശ നല്ല ഉറക്കത്തിലായി. അപ്പം അകത്ത് ചേച്ചി തുടച്ചുകൊണ്ടിരിക്കണ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ അകത്തേക്ക് കയറിയത്. അപ്പം ഞാൻ ചായക്കുള്ള പാലൊക്കെ വെച്ചു, കുറച്ച് ഏലക്കായൊക്കെ ചതച്ചിട്ടു. അപ്പം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളിട്ട് വെച്ചേക്കാം. അപ്പോൾ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ വട്ടയപ്പവും പിന്നെന്താ കേക്കും ഒക്കെ വെച്ച് നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. സ്റ്റീവിൻ്റെ ഉറക്കം ഏകദേശം തീരാറായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് വർത്താനം പറഞ്ഞിട്ടാണ് അടുക്കളയ്ക്ക് ഇങ്ങനെ വന്നത്. സ്റ്റീവനാണ് ഗ്രേസിന് ഭയങ്കര ഹാപ്പിയായി. ഗ്രേസ് അവിടെ അകത്ത് കളിച്ചുകൊണ്ടിരിക്കുക. സ്റ്റീവനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. റിസയുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റിസ എപ്പോഴും അവളെ എടുത്തുകൊണ്ടൊക്കെ നടക്കും. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ സുഗിയനും കൂടി ഒന്ന് മേടിച്ചായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം സുഗിയൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു സന്നിധാനം. അപ്പോൾ നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കേക്ക്. അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചേച്ചിയും ചേട്ടനും പിള്ളേരൊക്കെ പോവാണ്. പിന്നെന്താ സന്നിധാനം കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഇവിടേക്ക് വണ്ടി വരാത്ത കാരണം റോഡിലാണ് കാറൊക്കെ ഇടണത്. അപ്പോൾ സന്നിധാനം ബൈ ബൈ പറയാൻ വേണ്ടി അവരുടെ കൂടെ പോകുന്നുണ്ട്. ഞങ്ങളും പോകാറുണ്ട് കേട്ടോ. ഇന്ന് പോണില്ല. അപ്പോൾ ടാറ്റ ബൈ പറഞ്ഞ് ഇനി അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആയിട്ടാണ് കാണുക. ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയതിന് ശേഷം നമ്മൾ വീക്കിലി വൺസൊക്കെയാണ് എപ്പോഴും കാണുന്നത്. അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു സന്തോഷമായിരുന്നു. സന്നിധാനം കീ എടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്ക് തിരിച്ച് റിട്ടേൺ ചെയ്തതാണ്.
അപ്പോൾ അങ്ങനെ അവർ പോയി. ഇനിയിപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനിയിപ്പോൾ ഇവരെ എവിടെയെങ്കിലുമൊക്കെ ഇരുത്തിയിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും 2-3 ദിവസം കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ക്ഷീണം വയ്യായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് വീഡിയോസ് അങ്ങനെ ഇടാണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ പോയി. പിന്നെ ഗ്രേസിന് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗ്രേസിന് ദോശ വേണം എന്ന് കുറച്ച് നേരം പറയണം. അപ്പോൾ ഗ്രേസിനും സ്റ്റീവനും കൂടി ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. വിശക്കണം എന്ന് പറഞ്ഞ കാരണം ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശയുടെ കൂടെ ആദ്യനോട് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനോട് പറഞ്ഞു ഇനി അമ്മ ഇനി തേങ്ങക്ക് ചിരവുണ്ട്, അമ്മ ഇനി നെയ്യിട്ട് തരട്ടെ എന്ന് വെച്ചപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കിയപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലും നമുക്ക് ഇങ്ങനെ മുക്കി കഴിക്കാൻ നെയ്യും പഞ്ചസാരയുടെയും കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അങ്ങനെ കൊടുത്താൽ 2 പേരും ഓക്കെയാണ്. സ്റ്റീവ് ആണെങ്കിൽ ഗ്രേസ് ആണെങ്കിൽ ചൂടോടുകൂടി നമ്മൾ നെയ്യും പഞ്ചസാരയും ഇച്ചിരി പഞ്ചസാര ഇടും, നെയ്യും കൂടി പാത്രത്തിലിട്ടിട്ട് അത് മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസം. നമുക്ക് ചമ്മന്തിയോ അങ്ങനെ വേറെ ഒന്നും വേണ്ട. പിന്നെ നാളെ രാവിലെയും ഞാൻ ദോശ തന്നെ ഉണ്ടാക്കാനാണ് ചാൻസ്, കാരണം ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണട്ടെ. അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ബൈ.